ആര്യ, എന്താണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും? പറവൂർ പൊളിറ്റിക്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇപ്പം നമ്മൾ പറയില്ല വെട്ടുമ്പോൾ രാജാവിനെ വെട്ടണം. അപ്പം ആ രീതിയിൽ പറവൂർ 1/4 നൂറ്റാണ്ടായി വി ഡി സതീശനാണ് അവിടുത്തെ MLA. അപ്പം ഓരോ തവണയും ഭൂരിപക്ഷം കൂട്ടി വരികയാണ്. അപ്പം CPI ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതൊന്നും ഫലപ്രദമാകുന്നില്ല. അതുകൊണ്ട് ജില്ലാ നേതൃത്വത്തിൽ ഏരിയ കമ്മിറ്റിയിലൊക്കെ ആ സീറ്റ് CPM ഏറ്റെടുക്കണം എന്നൊരു ഇതുണ്ട്. കാരണം ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നു. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നോക്കുകയാണെങ്കിൽ SNDPയും NSS ഐക്യം, അവരിൽ ഒരു ഐക്യം ആകെയുള്ളത് ഈ വി ഡി സതീശന്റെ കാര്യത്തിൽ മാത്രമാണ്. വി ഡി സതീശനെ എതിർക്കാൻ എന്തായാലും അവരൊരു മുന്നണിയാകാൻ റെഡിയാണ്. കഴിഞ്ഞ തവണ വി ഡി സതീശനെതിരെ വെള്ളപ്പള്ളി അവിടെ പ്രചാരണത്തിൽ വരെ പോയിരുന്നു. പക്ഷേ ഭൂരിപക്ഷം കൂടുകയാണ് ചെയ്തത്. അപ്പം വി ഡി സതീശനെതിരെ ഒരു കൂട്ടായ്മ, ഒരു രൂപം, അതായത് UDF വന്നാലും വി ഡി സതീശനെ വെട്ടാൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നുണ്ട്. CPM സീറ്റ് ഏറ്റെടുക്കുമോ എന്ന്, CPI വിട്ടുകൊടുക്കുമോ എന്നറിയില്ല. CPIയിൽ നിന്ന് തന്നെ ഈ CPI സീറ്റ് നിലനിർത്തുകയാണെങ്കിൽ അവിടെ ശക്തനായ ആരെങ്കിലും, VS സുനിൽകുമാറിന്റെ പേര് കേൾക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഒരു പൊതു സ്വതന്ത്രൻ, ആ രീതിയിൽ ആലോചിക്കുന്നുണ്ട്. ഒരിക്കൽ പന്ന്യൻ രവീന്ദ്രനെ വരെ ഇറക്കി പരീക്ഷിച്ചതാണ്. നമ്മൾ കാണേണ്ട കാര്യം, എറണാകുളം ജില്ലയിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും അനുകൂലമായ സാഹചര്യം ഉള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് പറവൂർ. പറവൂരിൽ വി ഡി സതീശൻ ജയിക്കുന്നത് സതീശന്റെ കരിസ്മയും സതീശന്റെ ഓറയും കൊണ്ടുകൂടിയാണ്. പിന്നെ ഈ ഹൈന്ദവ സാമുദായിക സംഘടനകളുടെ ബലപരീക്ഷണം നോക്കൂ. 2016 സതീശനെ തോൽപ്പിക്കാൻ വേണ്ടി ഹിന്ദു ഐക്യവേദിയുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് RV ബാബുവിന്റെ സ്ഥലം കൂടിയാണ് പറവൂര്. മുഴുവൻ ഹൈന്ദവ സംഘടനകളെയും ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ഇപ്പൊ സതീശനെ തോപ്പിക്കും എന്നുള്ള നിലയ്ക്കുള്ള ഒരു മണ്ണൊരുക്കൊക്കെ നടത്തി. കഴിഞ്ഞ ദിവസം TP സെൻകുമാറിന്റെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. വി ഡി സതീശനെതിരെ ബാക്കിയുള്ള കാൻഡിഡേറ്റ് BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെന്നല്ല TP സെൻകുമാർ പറഞ്ഞത്. അടുത്ത ഹിന്ദു ആരാണോ അവർക്ക് വോട്ട് ചെയ്യണം. അതായത് BJP ജയിച്ചില്ലെങ്കിലും വേണ്ടില്ല, വി ഡി സതീശനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കും. അങ്ങനെ ആ രീതിയിൽ ഒരു കമ്മ്യൂണൽ പരാമർശം പോലും സെൻകുമാറിന്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞു. ഒരു കമ്മ്യൂണൽ ഏകീകരണത്തിന് മുമ്പ് ശ്രമിക്കുകയും അത് പരാജയപ്പെടുകയും ചെയ്തതാണ്. അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് എന്താ വെച്ചാൽ, ഒന്ന്, ഇടതുപക്ഷം പരമാവധി പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ ഇറക്കി. ഇപ്പോൾ PKയുടെ മകൾ അവിടെ മത്സരിച്ചിട്ടുണ്ട്, പന്ന്യൻ മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ LDF ശ്രമിക്കാവുന്ന എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ സാമുദായിക ഏകീകരണത്തിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ വി ഡി സതീശന്റെ ഒരു കരിസ്മയ്ക്ക് മുമ്പിൽ ഇതൊന്നും ഇതുവരെ പറവൂരിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ സൈബർ ഇടങ്ങളിലൊക്കെ ഇത്രയും 25 വർഷം MLA ആയിട്ട് പറവൂരിൽ എന്ത് ചെയ്തു, പ്രളയത്തിന് ശേഷം എന്ത് മാറ്റം കൊണ്ടുവന്നു, അതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാക്കാൻ CPM ശ്രമിക്കുന്നുണ്ട്. ഇടത് സൈബർ ഹാൻഡിലുകൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സതീശനെ ആ ഒരു പവർ പൊളിറ്റിക്സ് അല്ലെങ്കിൽ പറവൂരിലെ പവറിനെ വെട്ടാനുള്ള ശ്രമങ്ങൾ എന്തായാലും ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. അല്ല, ഈ വി ഡി സതീശനെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് CPM CPIക്കാരൊക്കെ നടക്കുന്നു. 2 കാരണങ്ങൾ കൊണ്ട്. ഒരു പക്ഷേ ഇതിന് മുൻപ് പറ്റുമായിരുന്നു, ഇനിയിപ്പോൾ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒന്ന്, മാർഷൽ പറഞ്ഞ പോലെ CPIക്ക് അകത്തുള്ള പടലപ്പിണക്കം. 2, CPIക്ക് അത്യാവശ്യം സ്വാധീനമുള്ളിടത്തൊക്കെ CPMഉം CPIയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ഈ 2 പ്രശ്നങ്ങൾ കാരണമാണ് ഈ വോട്ടുകൾ പല വഴിക്ക് ഭിന്നിച്ചു പോകുന്നതും ഒക്കെയാണ്. ഏതായാലും ഈ പ്രാവശ്യവും ഇടതുപക്ഷം വി ഡി സതീശനെ മത്സരത്തിൽ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി ആരെയാണ് പുതുതായിട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളത്. CPI വിട്ടുകൊടുക്കാൻ സന്നദ്ധമാണോ അവര്? അവർക്ക് തോന്നുന്നില്ല. വൈപ്പിൻ വെച്ച് മാറാനൊക്കെ ആലോചിക്കുന്നുണ്ട്. എനിക്ക് അത്ര വൈപ്പിൻ അവരുടെ CPMന്റെ ഷുവർ സീറ്റാണ്. പിന്നെ ഏത് സീറ്റ് വിട്ടുകൊടുക്കും അവർക്ക് CPIക്ക് എന്ന് മാത്രമല്ല, ഇതൊക്കെ ചർച്ച ചെയ്ത് ഏറ്റവും അവസാനം അവിടെ CPI തന്നെ മത്സരിക്കുക. അതിനെക്കുറിച്ച് നമ്മൾ അധികം ചർച്ച ചെയ്യണമെന്ന് തോന്നുന്നില്ല. എന്താണ് അഭിലാഷ പുതിയ വിഷയം? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത തിരുവമ്പാടി ഒരിക്കലും ഇല്ലാത്തതുപോലെ ഈ പ്രാവശ്യം എന്താണ് ഒരുപാട് അവസാനം സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന തിരുവമ്പാടിയിലായിരിക്കും. ഇപ്പോൾ ഒരു കത്തോലിക്കനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ശക്തമായിട്ടുള്ള ആവശ്യം 2 രൂപതകൾ, തലശ്ശേരി താമരശ്ശേരി രൂപതകൾ വളരെ ശക്തമാക്കുകയാണ്. അവർക്ക് സ്ഥാനാർത്ഥികളുടെ പേരും അവരുടെ മനസ്സിലുണ്ട്. ഇതനുസരിച്ചിട്ടുള്ള കനത്ത സമ്മർദ്ദം വരുമ്പോൾ അതിന് അപ്പുറത്ത്, അതായത് പ്രാദേശിക നേതൃത്വത്തിനിടയിൽ ശക്തമായ എതിർവികാരം രൂപപ്പെടുന്നു. അതായത് ലീഗ് കോൺഗ്രസിന് സീറ്റ് വെച്ച് മാറുന്നതൊക്കെ വേറെ വിഷയം, അതൊക്കെ രാഷ്ട്രീയമായ കാര്യം. അതിനപ്പുറത്തും അതിശക്തമായ അങ്ങനെ ഒരു കീഴടങ്ങൽ ഉണ്ടാവാൻ പാടില്ല എന്ന ശക്തമായിട്ടുള്ള വികാരം. ഇപ്പോൾ തിരുവമ്പാടി മണ്ഡലത്തിലാകെ ഈ UDF പ്രവർത്തകർക്കിടയിൽ പ്രചരിക്കപ്പെടുന്ന ഒരു മെസ്സേജ് ഞാൻ വായിക്കാം. തിരുവമ്പാടി മണ്ഡലത്തിൽ 7ൽ 4 പഞ്ചായത്തുകളിൽ കോൺഗ്രസ് ഭരണം. 4 പഞ്ചായത്ത് പ്രസിഡന്റ്, 4 ക്രിസ്ത്യൻ. 3 വൈസ് പ്രസിഡന്റ് പദവി കോൺഗ്രസിന്, 3 ക്രിസ്ത്യൻ. 3 ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളിൽ 2 പേർ കോൺഗ്രസിന്, 2 ക്രിസ്ത്യൻ. അതിലൊരാൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ. കോടഞ്ചേരി കൂടരഞ്ഞി പഞ്ചായത്തുകളിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കോൺഗ്രസിന്, 4 പേരും ക്രിസ്ത്യൻ. പ്രസിഡന്റുമാരുടെ പേര് പുതുപ്പാടി ബിജു താന്നിക്കാൻകുഴി, കോടഞ്ചേരി അന്നക്കുട്ടി ദേവസ്യ, തിരുവമ്പാടി ജിതിൻ പല്ലാട്ട്, കൂടരഞ്ഞി ബോബി ഷിബു. വൈസ് പ്രസിഡന്റുമാർ അതും 3 ക്രിസ്ത്യൻ. കോടഞ്ചേരി അലക്സ് തോമസ്, കൂടരഞ്ഞി ജോർജ് കുട്ടി, കൊടിയത്തൂർ സുജാ ടോം. ജില്ലാ പഞ്ചായത്ത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. പുതുതായി നിയമിതരായ UDF കോഴിക്കോട് ജില്ലാ ചെയർമാൻ VD ജോസഫ്, അതും തിരുവമ്പാടിയിൽ നിന്ന്. അപ്പോൾ തിരുവമ്പാടി മണ്ഡലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയ 100% ക്രിസ്ത്യനാണ്. അപ്പോൾ ഒരു മണ്ഡലത്തിലെ 100% പദവികളും ക്രിസ്ത്യൻസ് ആണ് കൈയാളുന്നത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ പാറ്റേൺ പറ്റില്ല. ഇത് വളരെ ശക്തമായി വികാരമായിട്ട് ആ മേഖലയിൽ അവിടുത്തെ UDF പ്രവർത്തകർ
പ്രവർത്തകർക്കിടയിൽ വ്യാപിക്കുകയാണ്. അപ്പോൾ തിരുവമ്പാടി അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു ടെൻഷനിലേക്ക് നീങ്ങുന്നത്. CP ജോണിന് എങ്ങനെ സ്ഥാനാർത്ഥിയായി പോകാൻ പറ്റും? ഇതാണ് അവിടുത്തെ അവസ്ഥ. നാടിന്റെ പൾസ് കോൺഗ്രസ് ഈ CP ജോണിനെ അവിടേക്ക് അല്ല പ്രതിഷ്ഠിക്കാനുള്ള അങ്ങനെയാണെങ്കിൽ VS ജോയിയുടെ പേരും കേൾക്കുന്നുണ്ട്. VS ജോയി കത്തോലിക്കനല്ല, അങ്ങനെ ഒരു പ്രശ്നം. അദ്ദേഹം പെന്തിക്കോസ്ത് മതവിശ്വാസിയാണ്. അല്ല കോൺഗ്രസിനിടയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ സീറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ജോയ് ഇല്ല? ഇതിപ്പോ ഈ തിരുവമ്പാടി മണ്ഡലത്തെ കുറിച്ച് പല രീതിയിൽ ഇപ്പം മുന്നണിക്കകത്ത് തന്നെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഒരുപക്ഷെ പുറത്തുനിന്ന് ക്ഷണിച്ചുകൊണ്ട് വരാൻ ഉദ്ദേശിക്കുന്നവർ ഇപ്പോൾ ജോസ് കെ മാണിക്ക് അദ്ദേഹം വരികയാണെങ്കിൽ തിരുവമ്പാടി സീറ്റ് നൽകാൻ മുസ്ലിം ലീഗ് തയ്യാറാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു. അങ്ങനെ പലരെയും ആകർഷിക്കാൻ വേണ്ടിയിട്ട് UDF നേതൃത്വം ഉപയോഗിക്കുന്ന ഒരു മണ്ഡലമായിട്ട് തിരുവമ്പാടി മാറിയിരിക്കുന്നു. പക്ഷേ അതിന് ഈ പറയുന്നതിനകത്ത് ഞാൻ കാണുന്ന ഒരു തെറ്റായ സന്ദേശമുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ആളുകൾ എത്രത്തോളം ഈ രീതിയിലുള്ള ചിന്തകൾ വളർന്നു വരുന്നു, അത് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിനെയും രാഷ്ട്രീയത്തെയും സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അത് ഇന്ന സമുദായത്തിൽപ്പെട്ട ഇന്ന മതത്തിൽപ്പെട്ട എന്നുള്ളതിനപ്പുറത്ത് ഇന്ന നിലയിൽപ്പെട്ട ഒരാൾ വേണം എന്നൊരു മത സാമുദായിക സംഘം നോക്കൂ. ഇപ്പോൾ എങ്ങനെയാണ് കൊച്ചി മേയറുടെ കാര്യം അതെ തെറ്റായ രീതിയിൽ തന്നെ ചർച്ച ചെയ്തു. മേയർ അവിടെ പോയിട്ട് സഭയ്ക്ക് നന്ദി പറയും. സഭ വിചാരിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നത്. സംസ്ഥാനത്ത് ഒരു മേയർ പബ്ലിക്കായിട്ട് പറയാ എന്ന് പറയുന്ന സുവിശേഷം നമ്മൾ കണ്ടു. അപ്പൊ അത്രയും വലിയ മതാധിപത്യം ഈ സഭകളും അല്ലെങ്കിൽ സംഘടനകളൊക്കെ ശാഠ്യം പിടിച്ച് ഞങ്ങൾ പറയുന്ന പേര് രഹസ്യമായിട്ട് പറയുന്നതിനപ്പുറത്ത് ഞങ്ങൾ പറയുന്ന പേരെന്ന് ശാഠ്യം പിടിക്കുമ്പോഴാണ് ഈ പറയുന്ന കാലുഷ്യവും ഈ പറയുന്ന ചേരുതിരിവും ഉണ്ടാവുന്നത്. പക്ഷെ അഭിലാഷേ, ഈ തിരുവമ്പാടി എന്ന് പറഞ്ഞാൽ മത്തായി ചാക്കോയുടെ അന്ത്യകൂദാശ കർമ്മം കൊടുത്തിട്ടുള്ള വിവാദങ്ങൾ നിരവധിയുണ്ട്. അന്ത്യകൂദാശ അദ്ദേഹം സ്വീകരിച്ചെന്ന ക്രൈസ്തവ പുരോഹിതരെല്ലാവരും ഒന്നടങ്കം പറയുന്നു. അതല്ല, അന്ത്യകൂദാശ മത്തായി ചാക്കോയെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് സ്വീകരിച്ചിട്ടില്ല എന്ന് പാർട്ടിയും പറയുകയും ചെയ്ത ഒരു വിവാദം ഉണ്ടല്ലോ. മാത്രമല്ലോ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ എത്രമേൽ അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് ആ പ്രയോഗം വരുന്നത്. ഇത്രമാത്രം നികൃഷ്ട ജീവി എന്ന് വിളിക്കുന്നുള്ള പ്രയോഗം വരുന്നത്. അവിടെയാണ് ഇത്. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, ഇവരെല്ലാം ഇങ്ങനെ ആകർഷിക്കാൻ മാത്രം ഒരു ഇതുണ്ടോ? ലിൻഡോ അല്ലെ ഇപ്പൊ അവിടുത്തെ വളരെ ജനകീയനായ ഒരു ചെറുപ്പക്കാരനായ എല്ലാത്തിനും മുന്നിൽ ലിൻഡോ ഉണ്ട്. അപ്പം ലിൻഡോയെ തോൽപ്പിക്കുക അത്ര എളുപ്പമായിരിക്കും. തുരങ്കപാത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ഡലത്തിൽ മാത്രമല്ല മലബാറിൽ മൊത്തത്തിൽ ഒരു സർക്കാരിന് അനുകൂലമാക്കി മാറ്റാൻ കഴിയുന്ന, അല്ലെങ്കിൽ സർക്കാർ അത് എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ അവിടെ വലിയ രീതിയിൽ പെട്ടെന്ന് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്.